ഞാൻ പലപ്പോഴും കോളേജുകളിലൊക്കെ കുട്ടികളെ ഞാൻ ഡിസ്കറേജ് ചെയ്യും. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സ്കീമുണ്ടല്ലോ, അപ്പോൾ ആ സ്കീമിൽ നിങ്ങൾ പോയി ചാടല്ലേ, പറ്റാവുന്നിടത്തോളം എഡ്യൂക്കേഷൻ നേടാൻ ശ്രമിക്കുക. അതിപ്പോൾ അത് ഈ സമയത്തേ കിട്ടുള്ളൂ. അതും കഴിഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും കുറച്ച് നാൾ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അതും നല്ലതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങിയാലും മതിയെന്നേ. കാരണം എന്താണ്, നമുക്ക് ലൈഫ് ഇങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് സക്സസ്ഫുള്ളായി കോടീശ്വരന്മാരായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ അപൂർവമാണ്. കാരണം കണക്കുകൾ പറയുന്നത് 100 പേര് ബിസിനസ് തുടങ്ങിയാൽ അതിൽ 90 ഫെയിലിയേഴ്സാണ്. 10% വിജയിക്കുന്നത്. ഈ 10% നമ്മൾ അറിയുന്നുള്ളൂ. ബാക്കിയുള്ള ഫെയിലിയർ സ്റ്റോറികൾ നമ്മൾ കേൾക്കുന്നില്ല. അപ്രത്യക്ഷമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നോട്ടീസ്ഡ് ആയിട്ട് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരണം. അതിന് പരമാവധി നോളജ് നേടണം. അതിന് ഈ ഒരു കാലം നല്ലതാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു 3 കൊല്ലം ജോലി ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. 7 കൊല്ലം കോളേജിൽ പഠിച്ചു. ആ 7 കൊല്ലം പഠിച്ചതിൻ്റെ ഇരട്ടി നോളജ് ഞാൻ ആ 3 കൊല്ലം ജോലി ചെയ്തപ്പോൾ എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടി. കോളേജിൽ പഠിക്കുന്ന കുറേ തിയറി അല്ലെങ്കിൽ കുറേ കുറേ യൂട്ടോപ്യൻ ഐഡിയാസ് ആണെന്ന് ഞാൻ പറയും. അത് പലതും പിന്നീട് കണ്ടിട്ടില്ല, ഉപയോഗിക്കാൻ പറ്റിയിട്ടുകൂടെയില്ല. കൂടുതൽ റിയാലിറ്റിയോട് അടുത്ത നല്ലതാണ്. അല്ലാതെയും രക്ഷപ്പെട്ടിട്ടുള്ളവരുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ പുറകെ ഓടരുത്.